Hello dear friends, welcome back to Learning Hub. Let's learn together with Dhanya. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 4 തന്നെയാണ് കേട്ടോ. മോഡ്യൂൾ 4 നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് രണ്ട് പാർട്ട് ആക്കിയിട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മളുടെ നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCTC, നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതുപോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജ്മെന്റും ഡീറ്റെയിൽഡ് വർക്കിങ്ങും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ വന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Which of the following factors is most likely to hinder IFFCO's ability to promote balanced fertilizer use among farmers in India? Okay. അപ്പം ഫാമേഴ്സിന്റെ ഇടയിൽ ബാലൻസ്ഡ് ഫെർട്ടിലൈസർ യൂസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇഫ്കോ അല്ലെ. അപ്പം ഇഫ്കോയുടെ ഏത് ഫാക്ടറാണ് ഇഫ്കോനെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്? ഓക്കെ, അതായത് ഇഫ്കോ ബാലൻസ് ഫെർട്ടിലൈസർ യൂസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ ഇഫ്കോനെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഡിക്രീസ്ഡ് ഗ്ലോബൽ ഡിമാൻഡ് ഫോർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, lack of government subsidies for fertilizers, farmers' reliance on traditional unbalanced fertilization practices, and lack of awareness of the benefits of balanced fertilization. Overproduction of organic fertilizers in India. Okay, അതായത് കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ ആ ഒരു ഗ്ലോബൽ ഡിമാൻഡ് കുറഞ്ഞു, അതല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഫെർട്ടിലൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള സബ്സിഡീസ് കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ഫാർമേഴ്സ് അതായത് അൺബാലൻസ്ഡ് ഫെർട്ടിലൈസേഷൻ പ്രാക്ടീസസിനെ കുറിച്ച് അവർക്ക് എന്താന്നുള്ളത് ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ളൊരു അവയർനെസ് കുറവ്, അല്ലെങ്കിൽ എന്താണ് ബാലൻസ്ഡ് ഫെർട്ടിലൈസേഷൻ എന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത് അറിയുന്നില്ല, ട്രഡീഷണൽ രീതികളെ മാത്രം ആശ്രയിച്ച് ഇരിക്കുന്നു ഫാർമേഴ്സ്. അതാണോ? അതോ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യയിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ ഓവർ പ്രൊഡക്ഷൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഫാമേഴ്സ് റിലയൻസ് ഓൺ traditional unbalanced fertilization practices and the lack of awareness of benefits of balanced fertilization. Okay, അപ്പം ഓർഗാനിക് ഫെർട്ടിലൈസേഷനും ഒപ്പം തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഷനും, അതായത് രണ്ടിന്റെയും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഫാർമേഴ്സിന് വലിയ അറിവില്ലായ്മയാണ്. അപ്പോൾ അത് ഒരു റീസൺ ആണ്. അപ്പൊ ഇഫ്കോനെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫാർമേഴ്സ് റിലയൻസ് ഓൺ traditional unbalanced fertilization practices and the lack of awareness of benefits of balanced fertilization. Okay, അടുത്ത question. Operation Flood implemented by NDDB introduced which of the following mechanisms to ensure the success of dairy cooperatives in India? ഓക്കെ, അതായത് ഇന്ത്യയിൽ ഡയറി കോപ്പറേറ്റീവ്സിന്റെ സക്സസ് ആരാണ്? അതായത് ഓപ്പറേഷൻ ഫ്ലഡോട് കൂടിയിട്ടാണ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലായത്, ഡയറി കോപ്പറേറ്റീവ്സിന്റെ എമർജൻസ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ അല്ലെ. അപ്പം അതിന് എന്ത് മെക്കാനിസംസ് ആണ് NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഫോളോ ചെയ്തിട്ടുള്ളത്? ഓപ്പറേഷൻ ഫ്ലഡ് അതിന് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഇമ്പോർട്ടിംഗ് മിൽക്ക് പൗഡർ ഫ്രം ഫോറിൻ കൺട്രീസ് ടു മീറ്റ് ലോക്കൽ ഡിമാൻഡ്. B. Establishing a national grid of milk producers linked to major urban markets through cooperative marketing and pricing strategies. C. Privatizing the dairy sector to increase competition with cooperatives. D. Limiting dairy production to selected regions of India to maintain market control. Okay, അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്താണ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിൽ ഒരു നാഷണൽ ഗ്രിഡ് ഫോം ചെയ്തിട്ട് അവരെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ മറ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫെയർ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് ആ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി അവരെ തമ്മിൽ ഒരു ലിങ്ക് വരുത്തി അവിടെ ഒരു നാഷണൽ ഗ്രിഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി ഡയറി കോപ്പറേറ്റീവ്സ് കൂടുതൽ സക്സസിലേക്ക് പോവാണ് ചെയ്തത്. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. Establishing a national grid of milk producers linked to major urban markets through cooperative marketing and pricing strategies. Okay, അടുത്ത question.
CRIPCO's Integrated Rural Development Program aims to achieve which of the following outcomes for farmers? Okay, CRIPCOയുടെ ഒരു പ്രോഗ്രാമാണ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പം അത് ഫാമേഴ്സിന് എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എയിം ചെയ്യുന്നത്? ഓക്കെ, അപ്പം CRIPCOയുടെ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫാമേഴ്സിന് കൊടുക്കുന്ന ഔട്ട്കം എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. A. To reduce the use of chemical fertilizers and encourage solely organic farming. B. To increase farm productivity by promoting the use of high quality seeds, balanced fertilizers and better irrigation techniques while providing training to farmers. C. To encourage farmers to diversify into non-agricultural businesses such as manufacturing. D. To provide only financial loans to large-scale farmers with no additional support. Okay. അപ്പം എന്താ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഓർഗാനിക് ഫാമിംഗ് കൂട്ടുന്നു, അങ്ങനെയല്ല, ബാലൻസ്ഡ് ഫാമിംഗ് ആണ്. ക്രിപ്കോ ആയാലും ഇഫ്കോ ആയാലും ബാലൻസ്ഡ് ഫെർട്ടിലൈസേഷൻ പ്രോസസ് ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്നാൽ മാത്രമേ കൂടുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു തിയറി. ഓക്കെ, സോ അവിടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു എങ്ങനെയാണ്? ത്രൂ ബാലൻസ്ഡ് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സീഡ്സും അതുപോലെ ബെറ്റർ ഇറിഗേഷൻ ടെക്നിക്സ് എല്ലാം തന്നെ ഫാമേഴ്സിന് എങ്ങനെ കൊടുത്ത് അതിനുള്ള ട്രെയിനിങ്ങും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്രിപ്കോയുടെ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. To increase farm productivity by promoting the use of high quality seeds, balanced fertilizers and better irrigation techniques while providing training to farmers. Next question. Which of the following challenges has NABARD faced in implementing its rural credit programs through cooperative banks? Okay, അപ്പം cooperative banksൽ കൂടി നബാർഡ് ഒരുപാട് റൂറൽ ക്രെഡിറ്റ് പ്രോഗ്രാംസ്, അതായത് നബാർഡിൻ്റെ എന്താണ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ് പ്രൊവൈഡ് ചെയ്യുക അല്ലേ, അപ്പം റീഫിനാൻസിങ് കൊടുക്കുക ത്രൂ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അപ്പം എന്തൊക്കെ ചാലഞ്ചസ് ആണ് നബാർഡ് അതിലൂടെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ്. എ. ഓവർ ഡിപെൻഡൻസ് ഓൺ പ്രൈവറ്റ് ബാങ്ക്സ് ഫോർ റൂറൽ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. B. Inability to mobilize sufficient funds for agricultural financing. C. Poor governance and management inefficiencies in cooperative banks leading to delays and misuse of funds intended for rural development. D. Exclusive focus on urban housing cooperatives limiting its outreach to rural sectors. Okay, അപ്പം നബാർഡ് എന്താ പ്രൈവറ്റ് ബാങ്ക്സിന് ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, അടുത്തത് ഇൻഎബിലിറ്റി ടു മൊബിലൈസ് സഫീഷ്യൻറ്റ് ഫണ്ട്സ് ഫോർ അഗ്രികൾച്ചറിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസിങ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നബാർഡിൻ്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി. സോ ഇവിടെ അതും തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്. പുവർ ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസീസ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ലീഡിങ് ടു ഡിലേസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഫണ്ട്സ് ഇന്റൻഡഡ് ഫോർ റൂറൽ ഡെവലപ്മെന്റ് അല്ലേ, അതായത് റൂറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമയാസമയം ആ ഒരു ആവശ്യമുള്ളവരിലേക്ക് എത്തുന്നില്ല. ഒപ്പം തന്നെ ആ ഒരു ഗവേണൻസ് അവരുടെ മാനേജ്മെന്റും എല്ലാം തന്നെ വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് എത്താത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ്യൂസ് ചെയ്യുന്നു. അപ്പം അതൊരു ഫാക്ടറാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഡി എക്സ്ക്ലൂസീവ് ഫോക്കസ് ഓൺ urban housing cooperatives അല്ല. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. Okay, അടുത്ത question. How does NAFED contribute to maintaining price stability in India's agricultural sector during times of market fluctuation? മാർക്കറ്റ് ഫ്ലക്ച്വേഷന്റെ സമയത്ത് ഇന്ത്യയിൽ ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാഫെഡ് എന്താണ് ചെയ്യുന്നത്? നാഫെഡിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. നാഫെഡ് ബൈസ് സർപ്ലസ് പ്രൊഡ്യൂസ് ഫ്രം ഫാമേഴ്സ് അറ്റ് ബിലോ മാർക്കറ്റ് പ്രൈസസ് ആൻഡ് എക്സ്പോർട്ട് ഇറ്റ് ഫോർ പ്രോഫിറ്റ്. അതായത് നാഫെഡ് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലും കുറവ് വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാം. മാർക്കറ്റ് പ്രൈസിലും കുറവ് വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പ്രോഫിറ്റിന് അത് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി. NAFED operates buffer stocks and undertakes price support operations to purchase agricultural commodities directly from farmers at minimum support prices during the periods of excess production or price volatility.
ഓക്കെ, അതായത് ഇങ്ങനെ ഒരു പ്രൈസ് വോളറ്റിലിറ്റി ഉണ്ടാവുന്ന സമയത്തോ അതല്ലെങ്കിൽ കൂടുതൽ ഓവർ പ്രൊഡക്ഷൻ എക്സസീവ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്തോ മിനിമം സപ്പോർട്ട് പ്രൈസിൽ ഫാമേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ അഗ്രികൾച്ചറൽ കോമഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് അവര് ഒരു പ്രൈസ് സപ്പോർട്ട് ഓപ്പറേഷൻസ് നടത്തി കൊണ്ടുപോകുന്നു. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. C. NAFED provides loans to farmers to help them deal with financial losses caused by price fluctuations. ഇങ്ങനെ ഉണ്ടാവുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ അതുകൊണ്ടുണ്ടാവുന്ന ഫിനാൻഷ്യൽ ലോസസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. NAFED distributes imported food products to rural areas to maintain price stability. Price stability maintain ചെയ്യാൻ വേണ്ടി റൂറൽ ഏരിയാസിലേക്ക് ഫുഡ് പ്രോഡക്ട്സ്, അതായത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പം എന്താണ് വരിക? നാഫെഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ് അല്ലെ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ബി ആണ്. നാഫെഡ് ഓപ്പറേറ്റ്സ് ബഫർ സ്റ്റോക്സ് ആൻഡ് undertakes price support operations to purchase agricultural commodities directly from farmers at minimum support prices during the periods of excess production or price volatility. Okay, അടുത്ത question. The cooperative structure promoted by NDDB under Operation Flood helped achieve which of the following socio-economic objectives? Okay, അതായത് ഓപ്പറേഷൻ ഫ്ലഡിന്റെ അണ്ടറിൽ ഫോം ചെയ്തിട്ടുള്ളതാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അപ്പം അവരുടെ കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഏത് സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. A. Increasing the number of private dairy businesses and reducing cooperative influence. അതായത് പ്രൈവറ്റ് ഡയറി ബിസിനസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ട് കൂട്ടിയിട്ട് കോപ്പറേറ്റീവ് ഇൻഫ്ലുവൻസ് കുറച്ചു എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത് providing rural dairy farmers with direct access to consumer markets and fair prices leading to improved rural incomes and self-reliance. Okay, അപ്പം നമ്മുടെ നേഷനിൽ ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കി, ഒപ്പം തന്നെ അവർ റൂറൽ ആൾക്കാരുടെ ഇൻകം കൂട്ടി. അത് എങ്ങനെയാണ്? അതായത് ഡയറി ഫാമേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമർ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് റൂറൽ ഏരിയാസിലുള്ള ഡയറി ഫാമേഴ്സിനെ ഡയറക്റ്റ് കൺസ്യൂമർ മാർക്കറ്റുമായിട്ട് ഒരു ലിങ്ക് വരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൈസസ്, അതായത് ഫെയർ ആയിട്ട് അവർക്ക് പ്രൈസസ് ഡീൽ ചെയ്ത് അവരുടെ ഇൻകം കൂട്ടി, റൂറൽ ഇൻകം കൂട്ടി, എന്നിട്ട് അതൊരു അവർക്ക് ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കി കൊടുത്തു. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. സി. Centralizing milk production in urban areas leading to reduced rural employment. Okay, urban areasൽ മിൽക്ക് പ്രൊഡക്ഷൻ സെൻട്രലൈസ് ചെയ്തിട്ട് റൂറൽ എംപ്ലോയ്മെന്റ് കുറച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തത് ഇൻക്രീസിംഗ് ഡയറി ഇമ്പോർട്ട്സ് ടു സപ്പോർട്ട് ലോക്കൽ കൺസംഷൻ. ലോക്കൽ കൺസംഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറി പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അത് കൂടുതലാക്കി, അതായത് ഇൻക്രീസ് ചെയ്തു ആ ഡയറി ഇമ്പോർട്ട്സ്. അതാണ് നാലാമത്തെ ഓപ്ഷൻ. ആൻസർ എന്താ വരുന്നത്? മെയിൻ ആയിട്ട് എന്താണ്, നമ്മുടെ നേഷന് തന്നെ ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് മിൽക്ക് പ്രൊഡക്ഷന്റെ കേസിൽ ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ഫ്ലഡ് കൊണ്ട് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുവഴി ത്രൂ NDDB കൂടിയിട്ട് അവിടെ എന്താ നടക്കുന്നത്? ഡയറി ഫാമേഴ്സ്, റൂറൽ ഏരിയാസിലുള്ള ഡയറി ഫാമേഴ്സിനെ എല്ലാവരും ഒരു കൺസ്യൂമർ മാർക്കറ്റ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഫെയർ പ്രൈസ് ഓഫർ ചെയ്യുന്നു, ഒപ്പം തന്നെ അവരുടെ ഇൻകം, റൂറൽ ഇൻകം ഇംപ്രൂവ് ചെയ്യുന്നു, അവർക്കൊരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. Okay, അടുത്ത question. NCDC's funding initiatives have played a crucial role in modernizing which of the following sectors within cooperatives? Okay, അപ്പം NCDCയുടെ മേജർ റോൾ എന്ന് പറയുന്നത് എന്താണ്? ചില ഏരിയാസിൽ അല്ലെങ്കിൽ ചില സെക്ടേഴ്സിൽ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ട് ഏത് മേഖലയാണ് ഇവർ മോഡേണൈസ് ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ്സിന്റെ ഇടയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി. Option B. Agricultural marketing, warehousing and processing through the creation of state-of-art infrastructure in rural areas. C. Private banking system in urban areas. D. High-tech manufacturing industries. Okay, അപ്പം NCDC ഏത് മേഖലയിലാണ് മോഡേണൈസേഷൻ കൂടുതലായിട്ട് അവരുടെ ഫണ്ടിങ് കൊണ്ട് അവർ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പം ഏതാണ് ആൻസർ വരിക? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആണ് അല്ലെ. ഇപ്പം ത്രൂ നമ്മുടെ ഇപ്പം നിധി സ്റ്റോഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇതെല്ലാം NCDC വഴിയാണ് നമുക്കിതെല്ലാം
ലഭിക്കുന്നത് അല്ലെ? NCDC ത്രൂ നമ്മളുടെ സ്റ്റേറ്റ് കൺസ്യൂമേഴ്സിന്റെ അല്ലെ? അപ്പോ അവിടെ എന്താണ് നടക്കുന്നത്? നമ്മളുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സിന്റെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളവർക്ക് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യാൻ വെയർ ഹൗസിംഗ്, അതുപോലെ തന്നെ അതെല്ലാം പ്രോസസ്സിംഗ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള റൂറൽ ഏരിയാസിലാണെങ്കിൽ പോലും അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് NCDC ആണ്. NCDCയുടെ ഫണ്ടിങ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, വെയർ ഹൗസിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ത്രൂ ദ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ, how has CRIPCO's approach to cooperative management improved financial viability of farmers cooperatives? Okay, farmer cooperatives-ന്റെ financial viability improve ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് മാനേജ്മെന്റിനോട് ക്രിപ്കോ എന്ത് അപ്രോച്ച് ആണ് സ്വീകരിച്ചത്? ഓക്കെ, ക്രിപ്കോയുടെ അപ്രോച്ച് എന്തായിരുന്നു ടു കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതായത് ഫിനാൻഷ്യൽ വയബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ബൈ ഫോക്കസിങ് ഓൺ ഷോർട്ട് ടേം പ്രോഫിറ്റ്സ് ത്രൂ ഹൈ ഇൻട്രസ്റ്റ് ലോൺ, അതായത് ഹൈ ഇൻട്രസ്റ്റ് ലോൺസ് കൊടുത്തിട്ട് അവരുടെ പ്രോഫിറ്റ്, അതായത് ഷോർട്ട് ടേം പ്രോഫിറ്റിലേക്ക് അവർ ഫോക്കസ് ചെയ്തു. B. By building long-term sustainability through the provision of cost-effective fertilizers, infrastructure development, and educating farmers on efficient farming practices. അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്, ബാലൻസ്ഡ് ഫെർട്ടിലൈസേഷൻ ആണ് ഇഫ്കോ ആയാലും ക്രിപ്കോ ആയാലും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ ഫാമേഴ്സിന് വേണ്ടുന്ന എന്താ പറയുക ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഫാമിംഗ് ചെയ്യാം എന്നുള്ള ആ ഒരു പ്രാക്ടീസിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക ഫാമേഴ്സിനെ. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് വഴി ഒരു ദീർഘകാലം, ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റി, നമുക്കൊരു സ്ഥിരത, ഒരു സുസ്ഥിര വികസനം ഉണ്ടാക്കുക ഈ ഒരു കൃഷിയുടെ അതില്. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. C. By focusing solely on international trade and neglecting the needs of small farmers. സ്മോൾ ഫാമേഴ്സിന്റെ ആവശ്യങ്ങൾ, അതായത് ചെറിയ ചെറിയ കൃഷിക്കാരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. അതാണ് ഓപ്ഷൻ സി. ഡി. ബൈ പ്രൊമോട്ടിംഗ് ഓൺലി ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസസ് വിത്തൗട്ട് റിഗാർഡ് ഫോർ ലോക്കൽ സോയിൽ കണ്ടീഷൻസ്. ഓക്കെ, അപ്പം ലോക്കൽ സോയിൽ, അതായത് മണ്ണിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് പോലും നോക്കാതെ ഓർഗാനിക് ഫാമിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെ? അപ്പം ഇത് തെറ്റാണ്. അവിടെ ബാലൻസ്ഡ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് രണ്ടും വരുന്നുണ്ട്. അതൊരു പ്രത്യേകതയിൽ ചെയ്തിട്ട് വേണം, രണ്ടും മണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആവശ്യാനുസരണം ചെയ്യണം എന്നുള്ളതാണ് ഇഫ്കോ ആൻഡ് ക്രിപ്കോ രണ്ടുപേരും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് അത് വളരെ തെറ്റാണ്. ഓക്കെ, സ്മോൾ ഫാമേഴ്സിന്റെ നീഡ്സ് നെഗ്ലക്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, മെയിൻ ആയിട്ട് എന്താണ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ബിൽഡ് ചെയ്യുക. ഓക്കെ, അതായത് ദീർഘകാലത്തേക്കുള്ള ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരണം. എങ്ങനെയാണ്? കോസ്റ്റ് ഇഫക്റ്റീവ് ഫെർട്ടിലൈസേഴ്സും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഫാമേഴ്സിനെ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാം, അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കാം, അതെല്ലാം നോക്കിയിട്ടാണ് എന്താ ക്രിപ്കോ ഫെർട്ടിലൈസേഷൻ ഫാമർ കോപ്പറേറ്റീവ്സിന്റെ ഫിനാൻഷ്യൽ വയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following best describes the primary challenge facing NAFED in its efforts to ensure fair prices to farmers? ഫാമേഴ്സിന് ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യുന്നതിൽ നിന്നും നാഫെഡിന് ഉണ്ടാവുന്ന പ്രൈമറി ചാലഞ്ച് എന്താണ്? നാഫെഡ് ഫേസ് ചെയ്യുന്ന പ്രൈമറി ചാലഞ്ച് എന്താണ്? എന്തുകൊണ്ടാണ് ഫാമേഴ്സിന് പലപ്പോഴും ഫെയർ പ്രൈസ് ഓഫർ ചെയ്യാൻ പറ്റാത്തത്? എന്തൊക്കെയാണ് അതിൽ വരുന്ന ബുദ്ധിമുട്ട്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ലാക്ക് ഓഫ് ഡിമാൻഡ് ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് കുറയുന്നതാണോ? അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇൻ പ്രൊക്യൂർമെന്റ് പ്രോസസ് ആൻഡ് delays in government disbursement of funds for price stabilization measures. Okay, അതായത് ഈ പ്രോഡക്ട്സ് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഉണ്ടാവുന്നത് കൊണ്ടും ഗവൺമെന്റ് അവർക്ക് കൊടുക്കാനുള്ള ഫണ്ട്, അതായത് ഗവൺമെന്റ് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള ഫണ്ട് ഡിലേ ആവുന്നതും ഈ ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷന്റെ പ്രശ്നത്തിന് കാരണമാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ.
See, inability to store agricultural produce due to insufficient warehousing infrastructure. Proper ആയിട്ടുള്ള ഒരു warehousing ഇല്ലാത്തത് കൊണ്ട്, okay, insufficient ആയിട്ടുള്ള ഒരു warehousing ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ agricultural products ഇപ്പം procure ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് store ചെയ്യാനുള്ള ഒരു കൃത്യമായ space ഇല്ലാതെ വരുന്നത്. Okay, അപ്പോൾ ആ ഒരു infrastructureന്റെ കുറവ് കൊണ്ട് ഉണ്ട്. അത് ഓപ്ഷൻ സി. ഡി, excessive competition from private agricultural marketers reducing NAFED's effectiveness. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ മാർക്കറ്റേഴ്സ് വരുന്നത് കൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്, അത് നാഫെഡിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈവറ്റൈസേഷൻ കൂടുതൽ ഉള്ളത് കൊണ്ട് നാഫെഡിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. എന്താണ് ആൻസർ വരിക? ഫെയർ പ്രൈസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഫാമേഴ്സിന് ഫെയർ പ്രൈസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നാഫെഡിന് ഉണ്ടാവുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്, ഇങ്ങനെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് അവിടെ പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് കൊടുക്കാനുള്ള പൈസ അവർക്ക് കൃത്യസമയത്ത് എത്തിക്കാതെ വരുമ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു പ്രൈസ് സ്റ്റെബിലൈസേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇൻ പ്രൊക്യൂർമെന്റ് പ്രോസസ് ആൻഡ് ഡിലേസ് ഇൻ ഗവൺമെന്റ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫണ്ട്സ് ഫോർ പ്രൈസ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following measures has been introduced by NABARD to address the issue of rural credit inadequacy? Okay, അതായത് റൂറൽ ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് കൊടുക്കുക എന്നുള്ളത് നബാർഡിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ റൂറൽ ക്രെഡിറ്റ് ഇൻഎഡ്യൂക്കേസി കിട്ടാതെ വരുന്നത്, അങ്ങനെയുള്ള ഇഷ്യൂസ് എങ്ങനെയാണ് നബാർഡ് അഡ്രസ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നബാർഡ് കൈക്കൊണ്ടിട്ടുള്ള മെഷർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. എ, പ്രൊമോട്ടിംഗ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് ലോൺസ് ടു ഇൻഡിവിജ്വൽ ഫാമേഴ്സ്. ഇൻഡിവിജ്വൽ ഫാമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ലോഞ്ചിങ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ടു പ്രൊവൈഡ് ഫാമേഴ്സ് വിത്ത് ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ നീഡ്സ്. ഓക്കെ, അപ്പം KCC നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തു. അത് കാരണം ഫാമേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ്, അഗ്രികൾച്ചറിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി, ഓഫറിംഗ് ഓൺലി ലോങ് ടേം ലോൺസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫോർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്. ഈ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് കോപ്പറേറ്റീവ് ബാങ്കിന് ലോങ് ടേം ലോൺസ് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഡി, ഇൻക്രീസിംഗ് ഇമ്പോർട്ട്സ് ഓഫ് അഗ്രികൾച്ചറൽ കോമോഡിറ്റീസ് ടു ബൂസ്റ്റ് റൂറൽ ഇൻകം. റൂറൽ ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അഗ്രികൾച്ചറൽ കോമോഡിറ്റീസിന്റെ ഇമ്പോർട്ട് വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അതാണ് നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നബാർഡിന്റെ മെയിൻ ആയിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ഫാമേഴ്സിന്, ചെറിയ ചെറിയ ഫാമേഴ്സ് ആയിക്കോട്ടെ, ഏത് തരം ഫാമേഴ്സ് ആയാലും അവർക്ക് ആവശ്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ നീഡ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് KCC എന്ന് പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തിട്ടുള്ള മെഷർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. How has the National Dairy Development Board has been instrumental in bringing self-sufficiency in milk production in India? ഇന്ത്യയിലെ മിൽക്ക് പ്രൊഡക്ഷൻ സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് NDDB എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. എ, by focusing on exporting dairy products to increase foreign exchange earnings. B, by establishing a nationwide cooperative network that helped in increasing milk production and its distribution to urban markets through organized channels. C, by concentrating solely on the promotion of organic dairy farming. D, by providing direct financial support to private dairy companies by bypassing cooperatives. Okay, അപ്പം ഇതൊക്കെ ഓപ്ഷൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താ NDDB ചെയ്തിട്ടുള്ളത്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. By establishing a nationwide cooperative network that helped in increasing milk production and its distribution to urban markets through organized channels. നമ്മൾ പറഞ്ഞതാണ് ഒരു നേഷൻ വൈഡ് ഗ്രിഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുക, മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ അത് urban മാർക്കറ്റിലേക്ക് ഒരു ഓർഗനൈസ്ഡ് ചാനലിൽ കൂടി തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് NDDB ചെയ്തിട്ടുള്ളത് അണ്ടർ ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following issues has been a critical challenge for NAFED in maintaining effective procurement and distribution operations? Okay, നമ്മൾ നേരത്തെ നാഫെഡിന്റെ പ്രൈസ് സ്റ്റെബിലിറ്റിനെ കുറിച്ച്, ഫെയർ പ്രൈസസിനെ കുറിച്ച്, മിനിമം സപ്പോർട്ട് പ്രൈസസിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇനി ഇവര് പ്രൊഡ്യൂസേഴ്സ് പ്രൊക്യൂർ ചെയ്യാണെന്ന് പറഞ്ഞു അല്ലെ, ഇപ്പം ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊക്യൂർമെന്റും അതുപോലെ തന്നെ അത് ഇഫക്റ്റീവ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നാഫെഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അതിനുവേണ്ടി നാഫെഡ്
ഫേസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ ചാലഞ്ച് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. എ, കോമ്പറ്റീഷൻ ഫ്രം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടറിൽ കോർപ്പറേഷൻ, അതായത് MNCs, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിന്റെ ഒരു കോമ്പറ്റീഷൻ. ഓക്കെ, അടുത്തത് delays in receiving government funds for procurement and price support schemes. നേരത്തെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഫണ്ട് കൃത്യസമയത്തേക്ക് എത്താത്തത് കൊണ്ടും അതുപോലെ തന്നെ പ്രൊക്യൂർമെന്റിനും പ്രൈസ് സപ്പോർട്ട് സ്കീമിനും ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫണ്ട് കറക്റ്റ് ആയിട്ട് ഡിസ്ബേഴ്സ് ചെയ്യാത്തത് കൊണ്ട് അതിലുണ്ടാവുന്ന ഡിലേ കൊണ്ട്. ഓക്കെ, സി, lack of agricultural produce for procurement due to climate change. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഈ ഒരു പ്രൊക്യൂർമെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, കാര്യമായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടുള്ള കുറവ്. ഓപ്ഷൻ ഡി, ഹൈ ഡിപ്പെൻഡൻസ് ഓൺ ഇന്റർനാഷണൽ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചർ ട്രേഡ്. അഗ്രികൾച്ചർ ട്രേഡിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ഇന്റർനാഷണൽ മാർക്കറ്റിനെ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പം നാഫെഡിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഫണ്ട് ഡിസ്ബേഴ്സ് ചെയ്യാത്തത് തന്നെയാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന ഡിലേ കാരണം കറക്റ്റ് ആയിട്ട് പ്രൊക്യൂർമെന്റും നടക്കുന്നില്ല, ഒപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നില്ല. ഓക്കെ, അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം ഇന്റർനാഷണൽ മാർക്കറ്റ്സോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസോ ഒന്നും നാഫെഡിനെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. The role of IFFCO in enhancing agricultural productivity has been significantly impacted by its efforts in promoting which of the following? Okay, അതായത് ഇഫ്കോന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പം അവരുടെ ആ ഒരു എഫേർട്ട് താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ഏത് ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഇംപ്രൂവ്മെന്റ് ഇഫ്കോ കൈവരിച്ചത്? ഓക്കെ, അപ്പം ഇഫ്കോയുടെ റോള് എങ്ങനെയാണ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയുടെ കേസിൽ കൂടുതലായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത്? ഏത് ഓപ്ഷൻസ് നോക്കാം നമുക്ക്. എ, എക്സ്ക്ലൂസീവ് റിലയൻസ് ഓൺ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനെ കൂടുതലായിട്ട് അവര് എന്താ പറയാ യൂസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ബി, efficient and balanced use of chemical fertilizers, promoting integrated nutrient management practices. Okay, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ബാലൻസ്ഡ് യൂസ്, ഒപ്പം എഫിഷ്യന്റ് ആയിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എഫിഷ്യന്റ് ആൻഡ് ബാലൻസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതുവഴി എന്താ ഒരു ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് അവിടെ, അതായത് നമ്മുടെ സോയിലിന്റെ ആ ഒരു ന്യൂട്രിയൻ മാനേജ്മെന്റ് പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഓപ്ഷൻ ബി. സി, എക്സ്പോർട്ടിംഗ് ഫെർട്ടിലൈസേഴ്സ് ടു ഇന്റർനാഷണൽ മാർക്കറ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഫെർട്ടിലൈസേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഡി, സപ്പോർട്ടിംഗ് ലാർജ് സ്കെയിൽ അഗ്രി ബിസിനസ്സസ് റാദർ ദാൻ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ്. ഓക്കെ, അപ്പൊ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിനെ കൂടുതലായിട്ട് നോക്കാതെ ലാർജ് സ്കെയിൽ അഗ്രി ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇഫ്കോ ക്രിപ്കോ വരുമ്പോൾ നമുക്ക് വേറെ ഒന്നും ഇങ്ങനത്തെ ഓപ്ഷൻസിൽ ആലോചിക്കാനില്ല. ബാലൻസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അതുവഴി ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് അവർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത question, which of the following strategies has CRIPCO employed to ensure long-term sustainability for cooperative farming in India? അപ്പം ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ഫാമിങ്ങിന് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിപ്കോ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് question. Okay, options: focusing only on export markets for cooperative produce crops. B, building infrastructure for irrigation, promoting better seed varieties and creating access to high quality fertilizers for farmers within cooperatives. C, investing in only high tech urban farming projects. D, encouraging large scale land acquisitions for corporate farming. Okay, അപ്പോൾ നമുക്ക് ഇതിലെ ഓപ്ഷൻസ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇഫ്കോ ക്രിപ്കോയുടെ ഒക്കെ നമ്മൾ കുറെ വട്ടമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ irrigation, promoting better seed varieties and creating access to high quality fertilizers for farmers within cooperatives. Okay, അപ്പോൾ എന്താ ഇറിഗേഷൻ, കൃത്യമായ ഇറിഗേഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, അതുപോലെ സീഡ് വെറൈറ്റീസ് കൂടുതൽ നല്ലത് കൊടുക്കുക, അതുപോലെ ഹൈ ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സിലേക്കുള്ള ഒരു ആക്സസ് കൊടുക്കുക ഫാമേഴ്സിന് ത്രൂ കോപ്പറേറ്റീവ്സിൽ കൂടി തന്നെ ഇതെല്ലാം ചെയ്യാം. ഓക്കെ, അതാണ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ബാലൻസ് ഉണ്ട്, അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത്. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.